ഇനിയൊരു ഓണാഘോഷത്തിൻ്റെ വിശേഷമാണ് ഏരീസ് കൊല്ലം സെയിലേഴ്സ് ടീമിൻ്റെ ഓണാഘോഷം. കാണാം അതിൻ്റെ കാഴ്ചകൾ. നമ്മൾ പോകുന്നത് ഒരു ടീമിന്റെ ഓണാഘോഷത്തിലേക്കാണ്. ഏരീസ് കൊല്ലം സെയിലേഴ്സിന്റെ പൊളി ഓണാഘോഷത്തിലേക്കാണ് എല്ലാ പ്രേക്ഷകരെയും നമ്മൾ കൊണ്ടുവന്നത്. ഇവിടെ താരങ്ങളൊക്കെ ഇങ്ങനെ തിമിർക്കുകയാണ്, പൊളിക്കുകയാണ്. പിന്നോട്ട് ചുവടെല്ലാം എല്ലാം മുന്നോട്ട് ഉള്ളാലൊന്നാണെല്ലാരും ഇത് കൊല്ലം സെയിലേഴ്സ്. ഒന്നായി ഒന്നായി മുന്നേറ് ഭയമില്ല നെഞ്ചും ഞങ്ങൾക്ക് ഒന്നിച്ചങ്കം വെട്ടാൻ ഏരീസ് കൊല്ലം സെയിലേഴ്സ്. അത് വളരെ യാദൃച്ഛികമായി വന്നതാണ് ഞങ്ങളുടെ ഒരു ഓണ പ്രോഗ്രാം. അപ്പോൾ ഇന്നിപ്പോൾ ശ്രീശാന്തും ഇവിടെ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. അപ്പം ഫുഡ് കഴിക്കാൻ വന്നു, ഞങ്ങൾ ഒരുമിച്ച് കൂടി. അപ്പോൾ ഞങ്ങളിങ്ങനെ പിള്ളേരുമായിട്ടൊക്കെ ഇങ്ങനെ ഓണാഘോഷമൊക്കെ ആയിട്ട് നടന്നപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ പഴയ നമ്മുടെ ഇതും പിന്നെ ഓലമടലൊക്കെ കണ്ടപ്പോൾ പഴയ ഒരു നൊസ്റ്റാൾജി ഓർമ്മ വന്നു. അപ്പോൾ പിന്നെ ഇവിടെ കിടന്ന ഒരു സാധനം എടുത്ത് നമ്മൾ അന്നേരം ബാറ്റാക്കി, പിന്നെ സ്റ്റെമ്പാക്കി ചുമ്മാ കളിച്ചപ്പോൾ എല്ലാവരുടെയും കൂടി ഭയങ്കര രസം. ഒരു പഴയ നൊസ്റ്റാൾജിയൊക്കെ ഓർമ്മ വന്നു. ഇതൊക്കെ ഒരു ഭയങ്കര മെമ്മറബിൾ ഡേ അല്ലേ. ശ്രീശാന്ത് വന്നു, അവൻ്റെ ബാറ്റ് ചെയ്യുന്നു. എല്ലാ പ്ലേയേഴ്സും നമ്മുടെ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചുപോയി. അതൊരു വലിയൊരു ശ്രീശാന്ത് ബാറ്റ് ചെയ്യുമ്പോൾ പന്തെറിഞ്ഞത് സച്ചിൻ ബേബിയുടെ മോനാണ്. അതെ 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 അടുത്ത ജനറേഷനും ഞങ്ങളുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഇവിടെ ഉണ്ട്. മടൽ ബാറ്റ് ക്രിക്കറ്റ് കളിക്കുന്നത്. മോഡൽ ബാറ്റ് ക്രിക്കറ്റ് കളിക്കുമെന്നോ? അടിപൊളി. ബാക്ക് ടു ബേസിക്സ് എന്ന ലൈഫ് സർക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ എല്ലാവർക്കും ഹാപ്പി ആണ് കേട്ടോ. ആദ്യമായിട്ട് ഇത് യാദൃശ്ചികമായി എന്താ പറയണേ, നമ്മളൊരു ഓണസദ്യക്ക് വന്നപ്പോൾ ഇവിടെ എല്ലാവരും കാണാൻ പറ്റി. അതുമാത്രമല്ല മാച്ചാണ്, അപ്പോൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രഭിചേട്ടനൊക്കെ എന്താ പറയണേ, നമ്മുടെ ടീം നന്നായിട്ട് ചെയ്യട്ടെ വീണ്ടും. അതുമാത്രമല്ല ഇപ്പോൾ മടക്കല ബാറ്റ് കളിച്ചാൽ ഞാൻ ചെറുപ്പം തൊട്ട് സത്യം പറയാലോ, കാക്കൂർ കളവൽ എന്ന് പറഞ്ഞ പിറവത്തിൽ ശരിക്കും എൻ്റെ അമ്മാനെന്ന് തോന്നുന്നു എനിക്ക് ആദ്യമായിട്ട് മടക്കല ബാറ്റ് വെട്ടി തന്നെ. റബ്ബർ ബോൾ, ഇത് അറ്റ്ലീസ്റ്റ് ടെന്നീസ് ബോളാണ്. അവിടെ നമ്മൾ നമ്മുടെ ഈ പാലിൻ്റെ അല്ലേ, അതെ അതൊക്കെ നമ്മൾ ചെയ്യട്ടെ. അപ്പോൾ ഇവിടെ കളിച്ചതിൽ വളരെ സന്തോഷം. അതാണ് നമ്മൾ പറഞ്ഞത്, പ്രഭിചേട്ടനാണ് മിസ്റ്റേക്ക്. കാരണം ഇവിടെ കളി തുടങ്ങിയോടുകൂടി മറ്റേ ഓണക്കളി നിർത്തും. ഒരു കാര്യമുണ്ട്, ശ്രീ ബാറ്റ് ചെയ്തതും ബോൾ ചെയ്തത് സച്ചിൻ ബേബിയുടെ മോനാണ്. അതെ, അടിപൊളിയല്ലേ. അതാണ് ലൈഫ് സർക്കിൾ എന്ന് പറഞ്ഞത്. വളരെ സന്തോഷം. ഞാനത് പറഞ്ഞത്, ആദ്യം ബാറ്റും ബോളും ചെയ്യണം മുമ്പ് ആദ്യം പറമ്പിൽ പോയി ബോൾ എടുക്കാൻ പഠിക്കണം. അതാണ് അവരെ അടിച്ച് പുറത്തിട്ട് ബോൾ വന്നോ. ഇനി അവർ ഇന്ത്യ കളിക്കും. കാരണം ഞാൻ ചെറുപ്പത്തിൽ ബോൾ പറക്കിയായിരുന്നു. ബോൾ പറക്കി ഇന്ത്യ കളിക്കാൻ പറ്റും. അതുകൊണ്ട് താങ്ക് യു. ഹാപ്പി ഓണം, ഓണാശംസകളുടെ എല്ലാവർക്കും. കടലൊന്നായി ഇരമ്പട്ടെ, കടപാലം കുലുങ്ങട്ടെ, കടലോരം വെടിക്കെട്ടോടെതിരേൽക്കട്ടെ, കൊല്ലത്തിൻ പടക്കപ്പൽ പടവട്ടാൻ ഇറങ്ങട്ടെ, കപ്പെത്താൻ കപ്പഴിക്കാൻ കളത്തിലെത്തട്ടെ, കടലേടും തിരയാട്ടം മൈതാനത്തിൽ ക്രിക്കറ്റിൻ പൂരം ആളും കരളൂട്ടം ഇത് കൊല്ലം സെയിലേഴ്സ്. ക്രിക്കറ്റ് ഭയങ്കര റിച്ച് മാൻസ് ഗെയിം എന്നൊക്കെ പറയും. നമ്മളൊക്കെ കാക്കൂരും കോതമംഗലത്തെ കളി തുടങ്ങിയത് ഇങ്ങനെ മടക്കൽ ബാറ്റ് വെച്ചാണ്. അതുകൊണ്ട് പാഷനും ഒബ്സഷനും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർക്കും ക്രിക്കറ്റ് കളിക്കാം. അതിപ്പോൾ റബ്ബർ ബോൾ ഞാനൊക്കെ ഉള്ള സമയത്ത് എനിക്ക് 5 രൂപ 2 രൂപ 50 പൈസ അങ്ങനത്തെ ആയിരുന്നു പണ്ട് കേട്ടോ പിള്ളേരെ. അപ്പോൾ എന്തായാലും ഓണക്കാലത്ത് ഇതൊക്കെ ഒരു നമ്മൾ കുറേ പന്തുകൾ അങ്ങനെ പല കളികൾ കളിക്കും. അപ്പം അതിൻ്റെ കൂടെ ആക്ച്വലി യു ക്യാൻ ഹാവ് സം ഫൺ വിത്ത് ക്രിക്കറ്റ് ഓൾസോ. ക്രിക്കറ്റിന്റെ ഇടയ്ക്ക് പണ്ട് കാലത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇടവേള കിട്ടുന്നത് ഇങ്ങനെയാണ്, ബോൾ അടിച്ച് അപ്പത്തെ പറമ്പിൽ പോവുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ്. ഞാൻ ശരിക്കും നാട്ടിൽ എപ്പോഴും അളിയനോട് ചോദിച്ചാൽ പറയും, ചേട്ടന്മാരൊക്കെ എന്നെ ശരിക്കും ബോൾ പറക്കിയായിട്ട് നിർത്തിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ നിർത്തി ബോൾ കണ്ടുപിടിക്കാൻ ഭയങ്കര എക്സ്പെർട്ടാന്നൊക്കെ പറഞ്ഞ് കളിച്ച് അവസാനം അവരൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി. ഞാൻ ഇന്ത്യ കളിച്ചു. അപ്പം പക്ഷേ നല്ല രസമാട്ടോ. പക്ഷേ ഓണത്തിനും വിഷുവിനുമാണല്ലോ നമ്മളെല്ലാവരും കൂടുതൽ നമ്മൾ ഒന്നിക്കുന്നത് ഫാമിലികളിൽ. കോതമംഗലത്താണെങ്കിലും ശരി, അച്ഛൻ്റെ തറവാടാണെങ്കിലും ശരി, അമ്മയുടെ തറവാട് കാക്കൂര് അവിടെയാണെങ്കിലും ശരി, 2 സ്ഥലത്തും ഇതുപോലെയാണ്. നമ്മൾ മെയിൻ ഓണക്കളികളെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു 3:30-4 മണിയായിട്ട് ക്രിക്കറ്റ് കളിയാണ്. അത് പണ്ട് നമ്മൾ ഈ 6 പേര് ഒരു സൈഡ്, 6 പേര് ഒരുമിച്ചാണ്. പക്ഷേ ഇൻഡിവിജ്വൽ ആയിരിക്കും, സിംഗിൾ. അതൊരു പുതിയ ഇത് അവിടെ ഈ നാട്ടിലെ കളിക്കണമെന്ന് അറിയില്ല. എല്ലാവരും ഒറ്റയ്ക്കാണ് കളിക്കണം. പക്ഷേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബാറ്റ് ചെയ്യും, ബോൾ ചെയ്യും. ഏറ്റവും കൂടുതൽ സ്കോറുള്ള ആൾ വിജയിക്കും. അപ്പോൾ ആരാണ് ഇൻഡിവിജ്വൽ ഗെയിമായിട്ടും കളിക്കാറുണ്ട്. അപ്പം ക്രിക്കറ്റ് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. കയ്യിൽ ബാറ്റ്
കൊല്ലം സെയിലേഴ്സിന്റെ ഓണം അതങ്ങനെ അടിച്ചു പൊളിച്ച് തിമിർത്തോണ്ടിരിക്കുകയാണ്. കൊല്ലം സെയിലേഴ്സ് ടീമിനൊപ്പം അനീഷ് കാട്ടാക്കടയ്ക്കും കൊല്ലം സെയിലേഴ്സ് ടീമിനൊപ്പം എം നിഖിൽകുമാർ, ജനം. മടൽ ബാറ്റ് കൊണ്ട് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ? ഞാനൊരു പെണ്ണായതുകൊണ്ട് കളിച്ചുകൂടാ, നമ്മുടെ തലമുറ അങ്ങനെയാണ്. കളിച്ചിട്ടുണ്ടോ? കളിച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു വിഷമം. ഒരു നമ്മുടെയൊക്കെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം വൈകാരികമാണ്. അപ്പം റബ്ബറും തോട്ടങ്ങൾ, നെൽപ്പാടങ്ങളിൽ ഒക്കെ ക്രിക്കറ്റ് കളിയായിരുന്നു. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഓട്ടോ. ബ്രദറാണുള്ളത്, അതുകൊണ്ട് തന്നെ അവനൊപ്പം ക്രിക്കറ്റ് കളിച്ചാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് കളി എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ശരിക്കും ആ ശ്രീശാന്ത് ആ മടൽ ബാറ്റ് ഉപയോഗിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ ഒരു ബാല്യകാലത്തിലേക്ക്, നമ്മുടെ എന്നല്ല ഒരു പക്ഷേ ഇത് കാണുന്ന മുഴുവൻ ആൾക്കാർക്ക് അങ്ങനെ ഒരു വലിയ കാലഘട്ടം. പക്ഷെ രാഗി ഇപ്പോൾ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ ഇത് കാണുന്നില്ല. ഞാൻ ഓർക്കാം, ഞാൻ പലപ്പോഴും ട്രെയിനിലോ അല്ലെങ്കിൽ നമ്മൾ ബസ്സിലൊക്കെ കാറിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ വയലുകളുടെ തീരത്തൂടെ ഒക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ ഈ റബ്ബറും തോട്ടങ്ങൾക്കകത്ത് രാഗി ഇപ്പൊ കാണുന്നുണ്ട്, ഞാൻ കാണുന്നില്ല. ക്രിക്കറ്റ് കളികളില്ല, നഷ്ടപ്പെടുകയാണ്. മാത്രമല്ല ഇപ്പൊ അങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്ന അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്ന കൂട്ടായ്മകളൊക്കെ എനിക്കൊന്ന് കുറഞ്ഞു വരികയാണ്. മുഴുവൻ ഈ ഫോണിലേക്കും ലാപ്പിലേക്കും മാത്രം ഒതുങ്ങുകയാണ്. അത് മാറണം. പഴയ ഒരു കാലഘട്ടത്തിലേക്ക് കുറേയൊക്കെ പഴയ കാര്യങ്ങൾ കൂടി നമ്മൾ ഉറപ്പായിട്ടും അങ്ങനത്തെ അങ്ങനത്തെ കൂട്ടായ്മകളിലൂടെ നല്ല റിലേഷനുകൾ ഉണ്ടാകത്തുള്ളൂ.